പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ പറ്റുന്നില്ല. ഞാൻ അതിൻ്റെ അകത്തിരുന്ന് ഉരുകി എന്ന് പറഞ്ഞാൽ റബ്ബേ ഇനി എന്തോ ചെയ്യും. ഞാൻ ആലോചിച്ച് ഇനി വല്ല ഹോസ്പിറ്റലിൽ പോകണം, ആംബുലൻസ് വിളിച്ചു ഫയർഫോഴ്സൊക്കെ വിളിക്കണമെന്ന് വരെ ഞാൻ ആലോചിച്ച് പോയി. ഇനി എന്ത് ചെയ്യും? ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഒരുപാട് നാളായിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. റൂം ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ ഇതേപോലെ മെൻസ്ട്രുവൽ കപ്പ് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റിവ്യൂ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ചെയ്യാം, ഒരാളെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊരു കാര്യം, ഇത് ഇത് യൂസ് ചെയ്തിട്ട് ഒരു ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു 2 പ്രാവശ്യം യൂസ് ചെയ്തിട്ട് അതിനെപ്പറ്റി ഒരു റിവ്യൂ, അതായത് നമ്മൾ ആ ഒരു ബിഗിനിങ് സ്റ്റേജിൽ യൂസ് ചെയ്തിട്ടുള്ള 2-3 പേരുടെ റിവ്യൂ ഞാൻ ഈ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇത് വർക്ക് ആവുന്നില്ല എന്നുള്ള രീതിയിൽ. ഒബ്വിയസ്ലി ഐ തോട്ട് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇത്രയും നീണ്ടുപോകുന്നു ഞാൻ വിചാരിച്ചില്ല. കറക്റ്റ് ഞാനിപ്പോൾ ഏപ്രിൽ മാസം, കഴിഞ്ഞ വർഷം ഏപ്രിലാണ് ഞാൻ ആദ്യമായിട്ട് മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്യുന്നത്. കറക്റ്റ് 1 വർഷമായി. 1 വർഷത്തെ റിവ്യൂ ആയിരിക്കും ഞാൻ പറയുന്നത്. അത്രയും ജെന്യൂൻ ആയിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ആർക്ക് വർക്കായില്ല എന്നുള്ള എനിക്കറിയില്ല അതിൻ്റെ റീസൺ എന്താണെന്ന്. ഇതിന് കുറച്ച് ഡ്രോബാക്സും ഉണ്ട്, എല്ലാം ഞാൻ വീഡിയോ പറയാം. എൻ്റെ ആ ഒരു വർഷത്തെ മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്ത് കൊണ്ടിട്ടുള്ള എനിക്കുണ്ടായ മാറ്റങ്ങൾ, എൻ്റെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മെൻസ്ട്രുവൽ കപ്പ് കാണിച്ചു തരാം. നമ്മളെല്ലാ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. ഇതാണ് മെൻസ്ട്രുവൽ കപ്പ്. ഇത് സ്മോൾ സൈസാണ് ആൻഡ് മീഡിയം സൈസ് ഉണ്ട്. ഇത് മീഡിയം സൈസിൻ്റെ കപ്പാണ് ആൻഡ് ലാർജ് ഉണ്ട്. ഈ 3 സൈസും ആണ് ഉള്ളത്. ആൻഡ് ഇത് സിലിക്കോൺ, എല്ലാവർക്കും അറിയായിരിക്കും. സിലിക്കോൺ എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റ്സ് വെരി ഫ്ലെക്സിബിൾ. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ തുമ്പിലായിട്ട് കുറച്ച് ലെങ്ത് കാണും ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ കപ്പ് പോലെയുള്ളത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ കഴിഞ്ഞ വർഷം വരെ, അതായത് 2024 ഞാൻ ആദ്യമായിട്ട് പീരീഡ്സ് ആയതിനു ശേഷം തൊട്ട് കഴിഞ്ഞ വർഷം വരെ ഞാൻ പാഡ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വേറെ ഒരു തരത്തിലുള്ള ഇവൻ ടാമ്പൂൺ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഒൺലി സാനിറ്ററി നാപ്കിൻ മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അപ്പോൾ ഞാൻ ഈ മെൻസ്ട്രുവൽ കപ്പ് ഇങ്ങനെ, അതായത് മെൻസ്ട്രുവൽ കപ്പ് നമ്മുടെ എല്ലാവരും യൂസ് ചെയ്യുന്നു, ഞാൻ വീഡിയോസൊക്കെ കാണുന്നുണ്ട് ആൻഡ് എനിക്കറിയാവുന്ന കുറച്ച് പേരൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് എന്നെ ആൾക്കാരൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു, കല്യാണം കഴിയാണ്ട്, അതായത് എനിക്കറിയാവുന്ന കുറച്ച് റിലേറ്റീവ്സൊക്കെ പറഞ്ഞു കല്യാണം കഴിയാണ്ട് ഉപയോഗിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ആ വഴിക്ക് ചിന്തിച്ചില്ല. എന്തോ വെറുതെ എനിക്കറിയില്ല, എനിക്ക് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ അങ്ങോട്ട് ചിന്തിച്ചില്ല. ഞാൻ അതിലോട്ട് സ്വിച്ച് ചെയ്യണമെന്ന് പോലും എൻ്റെ മൈൻഡ് പോയിട്ടില്ലായിരുന്നു. ആൻഡ് അവർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, എൻ്റെ അവർക്ക് സിസ്റ്റേഴ്സ് നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട് ആൻഡ് നല്ല യൂസ്ഫുൾ ആവുന്നുണ്ട്, പാഡിനെക്കാട്ടി എന്തോ ഫാർ ബെറ്റർ ഇതാണ് എന്നുള്ള രീതിയിൽ അവർ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഐ തോട്ട് അവർ പറഞ്ഞപ്പോൾ പിന്നെ എനിക്കതിലൊരു അപ്പീലില്ല, ട്രൈ ചെയ്യാമെന്നുള്ള. ഇപ്പോൾ ഇവരിങ്ങനെ എൻ്റെ ഓരോ പ്രാവശ്യം എൻ്റെ അടുത്ത് പറയും വേടിക്ക്. അപ്പോൾ ഞാനിങ്ങനെ തള്ളി നീക്കി കൊണ്ടുവന്ന് ഫൈനലി ഞാൻ മേടിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഉപയോഗിക്കേണ്ട രീതിയും എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഒരു തിയറി സൈഡ് ഞാൻ പഠിച്ച് വീഡിയോ ഒക്കെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ മേടിച്ചു വന്നു. അപ്പോൾ ഞാൻ പിന്നെ പീരീഡ്സ് ആവാനുള്ള ഒരു കാത്തിരിപ്പിലായിരുന്നു. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് പീരീഡ്സ് ആവാൻ വേണ്ടി ഞാൻ കാത്തിരുന്നത്. അങ്ങനെ പീരീഡ്സ് ആയി. അപ്പോൾ പീരീഡ്സ് ആയ ദിവസം എന്ന് പറഞ്ഞാൽ, നമ്മളന്ന് ഒരു ട്രിപ്പ് പോകുന്നൊരു ദിവസമായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി നമ്മളിവിടെ അടുത്തുള്ള ഒരു കൊല്ലത്തുള്ള ഒരു സ്ഥലത്ത് എല്ലാവരും കൂടി പോകാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. ട്രെയിനിലായിരുന്നു പോകാൻ വേണ്ടിയിരുന്നത്. അപ്പോൾ അന്ന് രാവിലെയാണ് എനിക്ക് പീരീഡ്സ് ആവുന്നത്. അപ്പോൾ ഞാനിത് മുന്നേ ഉപയോഗിച്ച് പരിചയവും ഇല്ല. ഈ ഫസ്റ്റ് ടൈം തന്നെ ഈ ഒരു ട്രാവലിങ്ങിൻ്റെ ഇടയിൽ അത് ഉപയോഗിക്കുന്നത് മണ്ടത്തരമായി പോകുമോ എന്നൊക്കെ ഉള്ളതിൽ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയി. പിന്നെ ഞാൻ ആലോചിച്ചു, ഇത്രയൊക്കെ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് പീരീഡ്സ് ആയ പോലും നമുക്ക് തോന്നത്തില്ല, ഇത്രയും ഒരു ബ്ലീഡിങ് ആണെങ്കിലും നമ്മളൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഓക്കെ, പുറത്ത് പോകുന്നു, നല്ല രീതിയിൽ ബോട്ടിങ്ങിനൊക്കെ പോകുന്നുണ്ട്, അപ്പോൾ എനിക്കത് നല്ല രീതിയിലൊരു കംഫർട്ട് ആവുമെങ്കിലോ, യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യമാണ് എന്നുള്ള രീതിയിൽ രണ്ടും കൽപ്പിച്ച് ഞാൻ ധൈര്യം സംഭരിച്ച് ഞാൻ ധൈര്യം സംഭരിച്ച് ഞാനത് യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. നമുക്കതിൽ പറയുന്നുണ്ട്, നമുക്ക് കുറച്ചധികം ഫോൾഡുകൾ പറയുന്നുണ്ട്. നമുക്കത് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം ആൻഡ് ദെൻ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം, ദെൻ ഇങ്ങനെയും
ഫോൾഡ് ചെയ്യാം. ഈ 3 ഫോൾഡിങ് ആണ് അവർ പറയുന്നത്. അപ്പം ഇതിൽ ഞാൻ ഞാൻ ആദ്യമായിട്ടിത് വെക്കുമ്പോൾ എൻ്റെ പഠിച്ച 18 അടവും ഞാൻ നോക്കി. എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ഇത് വെക്കാൻ. എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിലോട്ട് മാറണം, എനിക്കിത് യൂസ് ചെയ്യണമെന്ന് എനിക്ക് എൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, എനിക്ക് പാഡ് യൂസ് ചെയ്ത് അത്രയും ഞാൻ മടുത്ത്. എനിക്ക് പീരീഡ്സ് ആവുന്നതിനെ കാട്ടിയും ഉണ്ടാവുന്ന പീരീഡ്സ് ക്രാമ്പിനെ കാട്ടിയും എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഞാൻ ഈ പാഡ് യൂസ് ചെയ്യുന്നതിലായിരുന്നു. എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ, ഞാനൊക്കെ ആണെങ്കിൽ മര്യാദയ്ക്ക് അടങ്ങി കാലും കൈയും വെച്ച് ഇരിക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരല്ല. അപ്പം ഞാൻ മെയിൻലി എൻ്റെ സ്ലീപ്പിംഗ് പോസ്ചർ എന്ന് പറഞ്ഞാൽ തന്നെ ബേബി പോസ്ചറാണ്. എൻ്റെ കാലെപ്പോഴും ഇങ്ങനെ ഇങ്ങനെയായിരിക്കുന്നത്. അപ്പോൾ പീരീഡ്സ് ആവുന്ന സമയത്തൊക്കെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാഡ് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ ഇഷ്ടത്തിന് കിടക്കാനോ മറിയാനോ ഒന്നിനും പറ്റത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ പുറത്ത് പോകുമ്പോഴാണെങ്കിലും ഒരു സമയം കഴിയുമ്പം ഞാൻ പബ്ലിക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും പഠിക്കുന്ന സമയത്താണെങ്കിലും ഈ പാഡ് എക്സ്ചേഞ്ച് ചെയ്യലും, അത് ഞാൻ പബ്ലിക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യാൻ മടി കാരണം വീട്ടിൽ വന്ന് പാഡ് സമയത്തിന് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ എല്ലാം കൊണ്ടും വളരെ എന്താ പറയുക, എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. എനിക്ക് ആ പീരീഡ്സ് ആവുന്ന 7 ദിവസവും എനിക്കിങ്ങനെ ഇറിറ്റേറ്റിംഗ് ആയിരുന്നു ഈ ഒരു കാരണം കൊണ്ട്. പിന്നെ ഇതിൻ്റെ വേസ്റ്റ്, അത് ഡിസ്പോസ് ചെയ്യുന്നത്, അതൊക്കെ എന്താ പറയാ, ഇപ്പൊ പെൺകുട്ടികൾക്കത് മനസ്സിലാവുമായിരിക്കും. ഇപ്പൊ നമുക്ക് എത്ര ചോര അല്ലെങ്കിൽ ബ്ലഡ് നമുക്ക് എത്ര രീതിയിൽ നമുക്ക് തല കറങ്ങുമെന്ന് പറഞ്ഞാലും, ബ്ലഡിന്റെ സ്മെല്ല് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും ശരി, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അത് ഡിസ്പോസ് ചെയ്ത് കളയലല്ലാണ്ട് വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യുന്നു. അപ്പം അതൊക്കെ വളരെ, ഈ ഒരു സാധനം യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പിന്നെ ഇല്ല. പാഡെന്ന് പറയുന്ന സംഭവം നമുക്ക് പിന്നെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാം. അപ്പൊ ഇതായിരുന്നു അപ്പൊ ഞാനിത് യൂസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഒരിക്കലും എനിക്ക് പാഡിലോട്ട് തിരിച്ചു പോകേണ്ടത് ഇത് കുറച്ച് ആൾക്കാർക്ക് ഇത് വർക്ക് ആവുന്നുണ്ടെങ്കിൽ ഇത് എനിക്കും വർക്ക് ആക്കണം. ഞാൻ അവിടെ ഒരു പ്ലാൻ ബി വെച്ചില്ല. എങ്ങനെ എനിക്കിത് ഓക്കെ ആവണം എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തു. ഞാനാണെങ്കിൽ തീരെ എൻ്റെ ശരീരം വേദനിപ്പിക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരു ടൈപ്പ് ആൾ. എനിക്ക് വേദന ഇഷ്ടമല്ല. അതായത് വേദന ആണെങ്കിലും ഇറിറ്റേഷൻ ആണെങ്കിലും ഇഞ്ചക്ഷൻ വെക്കുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല. എനിക്കറിയില്ല, എനിക്ക് വേദന ഇഷ്ടമല്ല. എന്നിട്ട് പോലും ഞാൻ ആ റിസ്ക് ഏറ്റെടുത്തു. ഞാൻ ഇത്തായൊക്കെ എന്നെ പറഞ്ഞ് അത്രയും മോട്ടിവേറ്റ് ചെയ്തു. ഫസ്റ്റത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ കാണത്തുള്ളൂ, പിന്നെ അതങ്ങ് ശരിയായിക്കോളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറേ ട്രൈ ചെയ്ത് എനിക്കത് വെക്കാൻ പറ്റി. അതായത് നമ്മൾ ഉള്ളിലോട്ട് വെക്കാൻ പറ്റി. അപ്പോൾ ഓക്കെ, ഫൈൻ. ഞാൻ കുറച്ചു നേരമൊക്കെ നോക്കി കറക്റ്റ് ഓക്കെ ആണോ, എല്ലാം ഓക്കെ ആണോ എന്നൊക്കെ ഞാൻ കുറച്ചു നേരം നോക്കി. ഞാൻ ഇങ്ങനെ റിലാക്സ് ഒക്കെ ആയി വളരെ കൂളായിട്ടൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് വർക്കായത് ഇതാണ്. ഈ ഒരു രീതിയിൽ കപ്പ് ഫോൾഡ് ചെയ്ത് വെക്കുന്നതാണ് ബാക്കിയൊക്കെ ഒന്നും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു. ബട്ട് ഇതാണ് എനിക്ക് വർക്കായിട്ടുള്ള ഒരു സംഭവം. അപ്പം ഞാൻ അങ്ങനെ വെച്ചു. ഓക്കെ, എല്ലാം ഓക്കെ. പക്ഷെ എന്നിട്ട് ഞാൻ പാഡ് വെച്ചിട്ടില്ല. അപ്പം ആദ്യമായിട്ടാണ്, എനിക്ക് അറിയില്ല ലീക്ക് ആവില്ലെന്നൊന്നും അറിയില്ല. പക്ഷെ എന്തോ ധൈര്യത്തിന് ഞാൻ ഇത്താമാരോ എനിക്ക് അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ട് അവർ പറയുന്ന കേട്ട് ഞാൻ പാഡൊന്നും യൂസ് ചെയ്തില്ല. അപ്പോൾ എനിക്ക് അന്ന് ഞാൻ പോയി. എനിക്ക് ആ പീരീഡ്സിന്റെ ഫസ്റ്റ് ദിവസത്തെ ഒരു വയറുവേദന ബുദ്ധിമുട്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഐ കുഡ് എൻജോയ് ദ ട്രിപ്പ് വെരി വെൽ. ഞാൻ ഒന്നും അറിഞ്ഞില്ല. ആൻഡ് ഏറ്റവും എനിക്ക് തോന്നിയൊരു സംഭവം തന്നെ, അന്ന് നമ്മൾ തിരിച്ചെത്തിയപ്പോൾ തന്നെ രാത്രിയായി. എനിക്ക് അത്രയും നേരം ആ പാഡ് ആയിരുന്നു എങ്കിൽ, ഞാൻ സാനിറ്ററി നാപ്കിനാണ് യൂസ് ചെയ്തിരുന്നെങ്കിൽ അത്രയും നേരം അത് ഇരുന്നിട്ടുള്ള എനിക്കൊരു ഇറിറ്റേഷൻ, പിന്നെ അത് മാറ്റാൻ വേണ്ടി ടോയ്ലറ്റിൽ പോകുന്നത്, ഇത് നിനക്കറിയില്ല, നമ്മളത് പിന്നെ എല്ലായിടത്തും നമുക്ക് ഈ പാഡ് ഡിസ്പോസ് ചെയ്യാനുള്ള സൗകര്യം കാണത്തില്ല. പിന്നെ അത് പൊതിഞ്ഞ് കെട്ടണം. എന്തൊക്കെയാണ്. ഞാനിതിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ കഴിഞ്ഞു. പക്ഷെ ദാറ്റ്സ് നോട്ട് ഈസി ഫോർ മീ. എല്ലാവർക്കും എനിക്കറിയാം, ഒട്ടുമിക്ക ഗേൾസിന് എത്രമാത്രമൊക്കെ ബുദ്ധിമുട്ടാണെന്നുള്ളത്. ആൻഡ് അത് ഓക്കെ, വെച്ചു കഴിഞ്ഞു, പോയി, ട്രിപ്പ് കഴിഞ്ഞ് വന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. എനിക്ക് ചെറിയ തോതിൽ കംപ്ലീറ്റ്ലി ഓക്കെ എന്ന് വെച്ചാൽ, എനിക്ക് കുറച്ച് ഫസ്റ്റ് 1, 2, 3 ദിവസമൊക്കെ ഇത്തിരി ബ്ലീഡിങ് ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ കുറച്ച് തരത്തിലത്തെ സ്പോട്ടിങ് പോലെ പുറത്ത് വന്നു എന്നല്ലാണ്ട് ഒന്നും, അതായത് അതെന്നെ ബുദ്ധിമുട്ടിക്കുന്നേ ഇല്ല. ജസ്റ്റ് കുറച്ച്.
അതല്ലാണ്ട് അപ്പൊ എനിക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു. ഫസ്റ്റ് ഡേയിൽ ഇത്രയും ബ്ലഡ് നമ്മളെ ബോഡിയിൽ നിന്ന് പോകുന്നത് ഒരു ഒട്ടും പോലും പുറത്തു പോകുന്നില്ല, അതവിടെ സേഫ് ആയിട്ടുണ്ട്. എനിക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓക്കെ, സെറ്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ ഇരിക്കുകയാണ്. അപ്പോഴും ഞാൻ അറിയുന്നില്ല ഇതിന് തിരിച്ചെടുക്കണമല്ലോ റബ്ബേ എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നു. ഓക്കെ, ഈസി ആയിട്ട് തിരിച്ചെടുക്കാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ഇരുന്നു. അങ്ങനെ തിരിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ പിന്നെ ഫോണൊക്കെ വെക്കാൻ പോയപ്പോഴും ഫോണൊക്കെ കൊണ്ട് തന്നെയാണ് പോയത്. കാര്യം എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ ഉമ്മായൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ ഫോണും കൊണ്ടാണ് പോയത്. ആൻഡ് ഓക്കെ, അങ്ങനെ ഇത്ത പറഞ്ഞ പോലെയൊക്കെ ഞാൻ തിരിച്ചെടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തു, പറ്റിയില്ല. രണ്ടാമത്തെ തവണയും ട്രൈ ചെയ്തില്ല, പറ്റിയില്ല. മൂന്നാമത്തെ തവണയും ട്രൈ ചെയ്തു, പറ്റുന്നില്ല. പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ പറ്റുന്നില്ല. ഞാൻ അതിൻ്റെ അകത്തിരുന്ന് ഉരുകി ഉരുകി എന്ന് പറഞ്ഞ റബ്ബേ, ഇനി എന്തോ ചെയ്യും. ഞാൻ ആലോചിച്ചു ഇനി വല്ല ഹോസ്പിറ്റലിൽ പോകണം, ആംബുലൻസ് വിളിച്ചു, ഫയർഫോഴ്സ് ഒക്കെ വിളിക്കണമെന്ന് വരെ ഞാൻ ആലോചിച്ചു പോയി. ഇനി എന്ത് ചെയ്യും? ഞാൻ എത്ര ട്രൈ ചെയ്തിട്ട് എനിക്കത് പുറത്തോട്ട് എടുക്കാൻ പറ്റുന്നില്ല, എനിക്കറിയാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇത്തായി വിളിക്കുന്നുണ്ട്, ഇടി. അപ്പൊ അവള് പറയുന്നുണ്ട്, ഇടി അങ്ങനെ ചെയ്ത് നോക്ക്, ഇങ്ങനെ ചെയ്ത് നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും പറ്റുന്നില്ല. ഞാൻ അതിലെ കൂടി യൂട്യൂബിന്റെ വീഡിയോ കാണുന്നുണ്ട്, ഡോക്ടർമാരെ വീഡിയോ പറയുന്ന വീഡിയോ, പുറത്തെടുക്കുന്ന വീഡിയോ നോക്കുന്നുണ്ട്, അതേപോലെയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, പറ്റുന്നില്ല. അങ്ങനെ ഒരു അരമണിക്കൂർ ഞാൻ ആ ബാത്റൂമിൽ ഇരിക്കുകയാണ്. അവസാനം റിലാക്സ് ആയി, ടെൻഷനൊന്നും ആവാണ്ട് കൂളായി, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്ത് ഞാൻ ഭയങ്കര റിലാക്സ് ആയി. ഓക്കെ, ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ നല്ല രീതിയിൽ ഓക്കെ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇതിന് മൈൻഡ് ഭയങ്കര വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. നമ്മൾ വിചാരിക്കുകയാണ് ഇത് ഞാൻ ഇനി ജന്മത്ത് ഞാൻ ഇനി ഇങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കൂല, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയായിരുന്ന, അല്ലെങ്കിൽ ഇത് എനിക്ക് എടുക്കാൻ പറ്റൂല, അങ്ങനെ ഞാൻ ചിന്തിച്ചില്ല. ഓക്കെ, ഫസ്റ്റ് ടൈം അല്ലേ, എനിക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ, പിന്നെ പിന്നെ ശരിയാവും എന്നുള്ള രീതിയിൽ ഞാൻ നല്ല രീതിയിൽ ട്രൈ ചെയ്തു. ഓക്കെ, ഫൈനലി എനിക്കത് പുറത്തെടുക്കാൻ പറ്റി. ഞാൻ അങ്ങനെ അത് പുറത്തെടുത്തു. ദെൻ പുറത്തെടുത്തപ്പോഴത്തേക്കും എനിക്കുണ്ടായ നമ്മൾ ഇത്രയും നാളും എൻ്റെ ഒരു ഇതിൽ ഞാൻ പാഡ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മളെ ബോഡിയിൽ നിന്ന് എന്തുമാത്രം ബ്ലഡാണ് ഇപ്പം ഓരോ പീരീഡ്സിലും പൊക്കോണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ തവണ നമ്മൾ പാഡ് റിമൂവ് ചെയ്യുമ്പോഴും പുറത്ത് വരുന്ന കാര്യം, പാഡ് കംപ്ലീറ്റ് അത് അബ്സോർബ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ അറിയുന്നില്ലല്ലോ ആ ഒരു എമൗണ്ട് ഓഫ് ബ്ലഡ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ കാണുന്നില്ലല്ലോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മളത് പുറത്തെടുക്കുമ്പോൾ ആക്ച്വലി എത്ര എമൗണ്ട് ഓഫ് ബ്ലഡ് നമ്മളെ ബോഡിയിൽ നിന്ന് പോയിട്ടുണ്ടോ അത്രയും ബ്ലഡ് നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഇത്. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ ഞാൻ ആ ബ്ലഡ് ഞാൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. കാര്യം എനിക്ക് എന്നോടും നമ്മുടെ പെൺകുട്ടികളോടും നമ്മളെ സ്ത്രീ സമൂഹത്തിനോട് മൊത്തത്തിൽ എനിക്ക് എന്താ പറയാ ഭയങ്കര റെസ്പെക്റ്റ് ഒക്കെ തോന്നിയ ഒരു മൊമെന്റ് ആയിരുന്നു. കാര്യം എൻ്റെ ഒരു ഹാഫ് ഡേ ആവുന്നതേ ഉള്ളൂ, ഒരു ദിവസത്തിന്റെ പകുതി കഴിയാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മാസത്തില് ഈ ഒരു പീരീഡിൽ നമ്മളെ ബോഡിയിൽ നിന്ന് ഇത്ര എമൗണ്ട് ഓഫ് ബ്ലഡ് ആണ് പോകുന്നത്. ആൻഡ് നമ്മൾ നോർമലി ആ ഒരു നാപ്കിൻ യൂസ് ചെയ്യുമ്പോൾ ഇത്രത്തോളം ഈ പറയുന്ന ബ്ലഡ് നമ്മളെ പാഡിൽ അബ്സോർബായി നമ്മളെ ബോഡിയിലൊരു ഭാഗമായിട്ട് നമുക്കത് കൊണ്ട് നടക്കേണ്ടി വരിക, അത്രത്തോളം ഇറിറ്റേഷനാണ് നമുക്ക് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇത്രയും എമൗണ്ട് ബ്ലഡാണ് നമ്മളെ ബോഡിയിൽ നിന്ന് പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ളൊരു രീതിയിൽ ഞാൻ അതുവരെ നമുക്കത് കാണാൻ പറ്റത്തില്ലല്ലോ. ആൻഡ് അതെനിക്ക് ആദ്യം ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അത് കാണുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ദെൻ ഓക്കെ കഴിഞ്ഞ, പക്ഷെ എന്നിട്ടും ഇനി നമുക്ക് തിരിച്ചു വെക്കണമല്ലോ, സംഭവം കഴിഞ്ഞില്ലല്ലോ. ഇനി ഒരു പീരീഡ്സ് കഴിയുന്നത് വരെ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. വെക്കണം, എടുക്കണം, വെക്കണം, എടുക്കണം, ഇതാണ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. പക്ഷെ അത്രയും ഞാൻ കഷ്ടപ്പെട്ടിട്ടും ഞാൻ ഗിവപ്പ് ചെയ്ത് കൊടുത്തില്ല. അത്രയും കഷ്ടപ്പെട്ടിട്ടും എനിക്കിനി പാഡിലോട്ടൊരു തിരിച്ചുപോക്ക് വേണ്ട. അതായിരുന്നു എൻ്റെ ഒരേ ഒരു ആവശ്യം. ഇനി എത്ര കഷ്ടപ്പെട്ടാലും ശരി, ഇനി ഓക്കെ കുറച്ച് സ്ട്രഗിളിങ് ആണെങ്കിലും ശരി, ഞാൻ പാഡിലോട്ട് തിരിച്ചു പോകത്തില്ല എന്ന് തീരുമാനിച്ച് അതെൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ എന്ത് സഹിച്ച് ഞാനത് തിരിച്ചു വെക്കും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് നോക്കുമെന്ന് ഞാൻ അത്രയും ഉറച്ച് നിന്ന്. ഞാൻ പിന്നെ തിരിച്ചു വെക്കാനും കുറച്ച് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ എടുത്ത സമയത്തിന്റെ അത്രയും എടുത്തില്ല. അങ്ങനെ ഞാൻ
ഇതേപോലെ തന്നെ പിന്നെ പിന്നെ എനിക്ക് കുറച്ച് ആദ്യം എടുത്ത സമയത്തിനെക്കാട്ടിയും കുറച്ച് അരമണിക്കൂർ എന്നുള്ളത് 20 മിനിറ്റ് ആയി, 15 മിനിറ്റ് ആയി, 5 മിനിറ്റ് ആയി. ആൻഡ് നൗ ഇപ്പൊ ഞാൻ വിത്തിൻ മിനിറ്റ്സ് എനിക്ക് പറ്റുന്നുണ്ട്. ഇപ്പൊ ഞാൻ അതിൽ കംപ്ലീറ്റ് ഞാൻ അതിൽ എക്സ്പേർട്ടായി. എനിക്കത് നമുക്ക് ആ ഒരു മനസ്സിലാവും എങ്ങനെയാണ് ഇത് ആക്ച്വലി ഇത് റൈറ്റ് വേ എന്നുള്ളത് നമുക്ക് പിടികിട്ടും. പിന്നെ നമ്മുടെ ബോഡിയുടെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ വലിയൊരു ഫാക്ടറാണ്. ഇപ്പൊ എനിക്ക് വർക്കായത് നിങ്ങൾക്ക് വർക്ക് ആവണമെന്നില്ല. അതുകൊണ്ട് നമ്മളത് ഉപയോഗിച്ചത് മനസ്സിലാക്കി എടുക്കുക അല്ലാണ്ട് നമുക്കത് നല്ല രീതിയിൽ നമ്മളെ ലൈഫിനെ അത് എന്താ പറയുക ഈസി ആക്കത്തില്ല. സോ ആൻഡ് ദാറ്റ് ഈസ് എ റിവ്യൂ. ആൻഡ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിന്റെ കുറച്ച് പ്രോസും കോൺസും ആണ്. ആദ്യം നമുക്ക് നല്ല കാര്യങ്ങൾ പറയാം. നല്ല കാര്യങ്ങളിൽ എനിക്ക് തോന്നിയത് പാഡ് യൂസ് ചെയ്യണ്ട, സാനിറ്ററി നാപ്കിനോട് നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് ബൈ ബൈ പറയാം, സത്യം. അതുകൊണ്ട് പിന്നെ അത് ഡിസ്പോസ് ചെയ്യുന്ന ബുദ്ധിമുട്ടില്ല, അത് വെക്കുമ്പോൾ ഇറിറ്റേഷൻ ഇല്ല, റാഷസ് ഇല്ല, ഒരു പ്രശ്നവുമില്ല. കാര്യം അതത്ര ഒരു പ്ലാസ്റ്റിക് ആണ്. എന്തെന്നൊക്കെ ആൾക്കാർ ഇനി പറഞ്ഞ നാപ്കിന് എത്ര കോട്ടൺ ആണെന്നും എന്താണെങ്കിലും പറഞ്ഞാലും ശരി, നമ്മളെ ബോഡിയിൽ അത്രയും നേരം ഇരിക്കുന്ന ഒരു പുറത്തുനിന്ന് വെക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അത് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവും. നമ്മളതൊരു ചൂട് സമയത്തൊക്കെ പാഡ് വെക്കാന്ന് പറഞ്ഞാൽ അത്രയും ഹൊറിബിൾ ആണ്. ഞാൻ ആ ഒരു മെൻസ്ട്രൽ കപ്പ് വെക്കുന്നതിന് തൊട്ട് മുമ്പത്തെ സമ്മറിലൊക്കെ ഇപ്പൊ നമുക്കറിയാം ഇപ്പോഴത്തെ സമ്മറൊക്കെ ഭയങ്കര ഹോട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചൂടത്ത് ഈ പാഡ് വെക്കുന്നത്, ഓ മൈ ഗോഡ്, ഞാൻ പ്രാന്തെടുത്ത് ഓടിയിട്ടുണ്ട്. പക്ഷേ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒന്നും അറിയണ്ട, നമ്മൾക്ക് ഇനി ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ് ഒന്നും അറിയണ്ട. ആൻഡ് പാഡിൽ നിന്ന് നമുക്കുണ്ടാവുന്ന ഒരുപാട് സൈഡ് എഫക്ട്സും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് കൺട്രോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിന്ന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്. അതുപോലെ നമുക്ക് ഈ പറയുന്ന പാഡ് ഡിസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അതൊന്നും ഇവിടെ ഇല്ല. ആൻഡ് ഈ ഡ്രെയിനേജ് ബ്ലോക്കേജ് ഒക്കെ വരുന്നത് പാഡൊക്കെ ചില സമയത്തൊക്കെ നമ്മൾ ക്ലോസറ്റിൽ ഫ്ലഷ് ചെയ്യുമ്പോഴേക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ ഇത് യൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ദെൻ പിന്നെ വരുന്ന ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ട്രാവൽ ചെയ്യുമ്പോൾ സൂപ്പർ കാര്യം. നമുക്ക് ഈ 8 മണിക്കൂർ കഴിയുമ്പോൾ പാഡ് മാറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. നമുക്ക് കുറച്ചും കൂടി ഹെവി ഫ്ലോ ആണ് എങ്കിൽ അത്രയും മണിക്കൂർ അത് ഇരിക്കൂല. അത് നിറയുമ്പോൾ തന്നെ നമുക്കത് മാറ്റണം, ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. നമുക്ക് കപ്പിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ എയറുമായിട്ട് അത് കോണ്ടാക്ട് ഇല്ല. നമ്മുടെ ആ പുറത്തു പോകുന്ന ബ്ലഡ് പുറത്തു വരുന്നില്ല, അത് അതിന്റെ ഉള്ളിൽ തന്നെയാണ്. എയറുമായിട്ടൊരു കോണ്ടാക്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു 12 മാക്സിമം ഞാൻ 12 മണിക്കൂറൊക്കെ എനിക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ കണ്ടിന്യൂസ്ലി വെക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരു തരത്തിലുള്ള പ്രശ്നം നമുക്കില്ല. നമുക്കത് ഒരു പെട്ടെന്ന് മാറ്റാൻ നമുക്കൊരു എമർജൻസി ഒന്നും വരുന്നില്ല. അത് നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല. പീരീഡ്സ് കാരണം നമുക്കൊരു ബുദ്ധിമുട്ടും ഈ പറയുന്ന കപ്പ് യൂസ് ചെയ്താൽ ഉണ്ടാവത്തില്ല. വെരി ട്രാവൽ ഫ്രണ്ട്ലി ആണ്. പിന്നെന്ന് പറഞ്ഞാൽ പാഡ് വാങ്ങിക്കുന്ന പൈസ ലാഭിക്കാം. ഈ ഒരു കപ്പിന് കൂടിപ്പോയി കഴിഞ്ഞാൽ എത്ര 200 300 മാക്സിമം 300 350 രൂപയാണ് ആവുന്നത്. ആൻഡ് നമുക്കപ്പോൾ ഒരു മാസം ഇപ്പം ഒരു പാഡിനൊക്കെ ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാക്കറ്റിന് തന്നെ ഇപ്പം ഒരു മന്തിൽ തന്നെ നമുക്കൊരു 2 കൂടുതൽ പാക്കറ്റുകൾ വേണ്ടി വരും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വെറും ഈ പറയുന്ന മെൻസ്ട്രൽ കപ്പ് നമുക്ക് 5 വർഷം വരെ യൂസ് ചെയ്യാന്നാണ് അവർ പറയുന്നത്. അപ്പൊ അത് വെരി കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതിന് കുറച്ച് ഡ്രോബാക്സ് എന്തെന്ന് പറഞ്ഞാൽ, ആൻഡ് നമുക്ക് ഈ ഒരു സംഭവം അറിയാമല്ലോ, പുറത്ത് നമ്മളെ കയ്യിലുള്ളൊരു സാധനമാണ്. ഇതിനെ നമ്മളെ ബോഡീന്റെ ഉള്ളിലോട്ടാണ് വെക്കുന്നത്. കംപ്ലീറ്റ്ലി മൊത്തം ഉള്ളിലാണ് ഇരിക്കുന്നത്. ജസ്റ്റ് ചെറിയൊരു പോർഷൻ മാത്രമേ പുറത്തു വരുന്നുള്ളൂ. അപ്പോൾ നമ്മളെ ബോഡി വളരെ സെൻസിറ്റീവ് ആണ്. ബോഡിയുടെ അതിൻ്റെ അകം സെൻസിറ്റീവ് ആണ്. അപ്പം അത്രയും നീറ്റായിട്ട് വേണം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ. നമ്മൾ അത്രയും നല്ല രീതിയിൽ അത് വാഷ് ചെയ്യാനാണെങ്കിലും അതിൻ്റെ വൃത്തിയാക്കി സൂക്ഷിക്കാനും വൃത്തിയാക്കി അത് മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കാനും നമുക്ക് പറ്റണം. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതിന് മുമ്പ് ചൂടുവെള്ളത്തിലിട്ട് സ്റ്റെറിലൈസ് ചെയ്യാനും, അതുപോലെ ഓരോ വാഷിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാ കാര്യത്തിലും അതിലൊന്നും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ്സ് എപ്പോഴും നമ്മളിത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ ഹാൻഡ്സ് എപ്പോഴും ഹാൻഡ് വാഷ് യൂസ് ചെയ്ത് വാഷ് ചെയ്തിരിക്കണം. കൈ നീറ്റ് ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം.
പാഡാണെങ്കിൽ നമുക്ക് അങ്ങനെ അധികം ഒന്നും അത്ര കോൺഷ്യസ് ആവണ്ട. ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും കുറച്ച് കോൺഷ്യസ് ആയിട്ടുണ്ട്. നമ്മുടെ ബോഡീൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അത് അത്രയും നീറ്റാണ്, വെൽ ക്ലീൻ ആണെന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം. അത് കൂടുതൽ നമ്മൾ മറ്റേതിനെക്കാട്ടിയും കുറച്ചും കൂടി നമ്മളൊന്ന് കോൺഷ്യസ് ആയിട്ട് അത് ശ്രദ്ധിക്കണം. പിന്നെ വരുന്ന ഒരു ഡ്രോബാക്ക് എന്താണ്, ക്വയറ്റ് ഇറിറ്റേറ്റിംഗ് എന്നല്ല, നമ്മൾ അത് വെക്കുന്നത് കുറച്ച് സ്ട്രഗ്ലിംഗ് ആണ്, എടുക്കുന്നതും കുറച്ച് സ്ട്രഗ്ലിംഗ് ആണ് അറ്റ് ദ ഇനിഷ്യൽ സ്റ്റേജ്. അതുപോലെ തന്നെ യൂസ് ചെയ്ത് വരുമ്പോൾ നമ്മളതങ്ങ് യൂസ്ഡ് ആവും. ആൻഡ് ആ ഇനിഷ്യൽ സ്റ്റേജിൽ കുറച്ച് ടഫാണ്. ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഉണ്ടാകുന്ന സ്ട്രഗിൾസ് കാരണമാണ് മിക്ക ആൾക്കാരും അത് നിർത്തിക്കളയുന്നത്, യൂസ് ചെയ്യാണ്ട് നിർത്തിക്കളയുന്നത്. പക്ഷെ അതൊന്ന് മറികടന്ന് എത്തി വരാൻ റെഡിയാണ് എങ്കിൽ ഇത് നല്ല രീതിയിൽ നമ്മളെ ബോഡിയിൽ വർക്കാവും. കുറച്ച് ക്ഷമയും കുറച്ച് ഇത്തിരി ധൈര്യം വേണം. അതൊരു ഡ്രോബാക്ക് ആണ്. പിന്നെ എനിക്ക് ഡ്രോബാക്ക് ആയിട്ട് പറയാൻ, ചില നേരം എനിക്ക് യൂസ് ചെയ്യുമ്പോൾ ലീക്കേജ് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് നല്ല രീതിയിൽ പ്രോപ്പർലി അത് വെച്ചോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ നമുക്ക് അതിന് ലീക്കേജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അത് ഒരു ഡ്രോബാക്ക് ആണ്. നല്ല പ്രോപ്പർ നമ്മൾ എന്താ പറയുക, ശരിയായ രീതിയിൽ വെച്ചില്ലെങ്കിൽ ലീക്കേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളും അതിൻ്റെ മോശം വശം എന്നല്ല, അതിൻ്റെ കുറച്ച് ഡ്രോബാക്സുകൾ. ആൻഡ് എൻ്റെ ഒപ്പീനിയനിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു മെൻസ്ട്രുവൽ കപ്പ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ആ ഒരു ടൈമിലായിരുന്നു എൻ്റെ അനിയൻ്റെ മരണമൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ കാലത്തിൻ്റെ ബോഡി കൊണ്ടുവരുന്ന ആ ഒരു ദിവസമൊക്കെ എനിക്ക് പീരീഡ്സിൻ്റെ സെക്കൻഡ് ഡേ ഒക്കെ ആയിരുന്നു. ഞാൻ രാവിലെ ഈ കപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അതിൻ്റെ യാതൊരു ബോധമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ എനിക്കിത് അത്രയും നേരം എനിക്ക് പാഡായിരുന്നെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി പോയേനെ. അപ്പം അങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങൾ എന്നെ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഇനിഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി എങ്കിലും എനിക്ക് നല്ല രീതിയിൽ അത് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ആൻഡ് ഇപ്പം എനിക്ക് പാഡിലോട്ട് ഞാൻ തിരിച്ചു പോകുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും അതിനുശേഷം ഒരു പാക്കറ്റ് പാഡ് പോലും ഞാൻ മേടിച്ചിട്ടില്ല. സത്യമായിട്ട് ഞാൻ മേടിക്കേണ്ടി എനിക്ക് വന്നിട്ടില്ല. പിന്നെ വേറൊരു കാര്യമാണ്, നമുക്ക് പീരീഡ്സ് ആവുമ്പോൾ പാഡ് ഇല്ലെങ്കിൽ ചില സമയമൊക്കെ നമുക്ക് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. ഇപ്പം എപ്പോഴും കയ്യിൽ കൊണ്ട് നടന്നില്ല, പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ പെട്ടെന്ന് പീരീഡ്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മെൻസ്ട്രുവൽ കപ്പ് ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോകാൻ പോകുന്നില്ലല്ലോ, അത് അവിടെ തന്നെ ഉണ്ടല്ലോ. എപ്പോൾ ഓണോ ആയാലും നമ്മൾ കൂളാണ്, നമുക്ക് ടെൻഷൻ ഇല്ല, എടുത്തു വെച്ചാൽ മതി, സിമ്പിൾ. അത് വലിയൊരു അനുഗ്രഹമാണ്. അതേപോലെ ആൻഡ് എനിക്ക് എൻ്റെ ലൈഫ് കുറച്ചും കൂടി ഈസി ആയെന്നേ ഉള്ളൂ. അതല്ലാണ്ട് എനിക്കിതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും ഞാൻ പറയും, ഇതിലോട്ട് കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങുന്ന എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. കാര്യം എനിക്ക് കിട്ടുന്ന ഈ ഒരു എന്താ പറയുക, കിട്ടിയ ഈ ഒരു ഈസിനെസ് എല്ലാവർക്കും കിട്ടണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. സോ ദാറ്റ്സ് ദ വീഡിയോ. അപ്പം നിങ്ങൾ ഇതുവരെ മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആദ്യമൊന്നും പറ്റുന്നില്ല എങ്കിൽ നിങ്ങളത് എന്താ പറയുക, അതൊരു കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഏതൊരു സാധനവും നമ്മളൊരു മിനിമം ഒരു 6 മാസമെങ്കിലും ഉപയോഗിച്ചിട്ടും വർക്കായില്ലെങ്കിൽ മാത്രമേ അതൊന്ന് എന്താ പറയുക, അത് ഉപേക്ഷിക്കാൻ പാടുള്ളൂ. അതുവരെ നമ്മൾ എന്താ പറയുക, നമുക്ക് കറക്റ്റ് ഒരു റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് അത്രയും സമയം എടുക്കും. പെട്ടെന്ന് ഒരു ക്വിക്കായിട്ടൊരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഇതൊന്നും കിട്ടില്ല. കാര്യം കുറച്ച് സ്ട്രഗ്ലിംഗ് ആണ് ഇനിഷ്യൽ സ്റ്റേജിൽ. സോ ദാറ്റ്സ് മൈ എക്സ്പീരിയൻസ് ഓഫ് യൂസിങ് മെൻസ്ട്രുവൽ കപ്പ്. അപ്പോൾ ഞാൻ എന്തായാലും ഇൻ മൈ റെസ്റ്റ് ഓഫ് ലൈഫ് മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്യും. എനിക്കതുകൊണ്ട് ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, അൽഹംദുലില്ലാ. ഓക്കെ, ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ. ആൻഡ് ഇത് ഇപ്പോഴും ഉപയോഗിക്കാൻ പേടിയായിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഈ വീഡിയോ കാണുന്നത് പെൺകുട്ടി അല്ലാണ്ട് ഒരു ബോയ് ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ സിസ്റ്ററിനോ വൈഫിനോ അയച്ചു കൊടുക്കുക. ആൻഡ് ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ. നമ്മുടെ ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ ഒരുപാട് കൺസേൺസുകളൊക്കെ മാറ്റി തരാൻ ഈ മെൻസ്ട്രുവൽ കപ്പിനെ കൊണ്ട് പറ്റും. ഓക്കെ, ദാറ്റ്സ് ദ വീഡിയോ. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.